ഏതായാലും ഇപ്രാവശ്യത്തെ എൽ ക്ലാസിക്കോ നമുക്ക് ഒരു അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്തുകൊണ്ട് കാണാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. കാരണം റയൽ മാഡ്രിഡ് ആണെന്നുണ്ടെങ്കിലും ബാഴ്സലോണ ആണെന്നുണ്ടെങ്കിലൊക്കെ ഒന്നിനൊന്ന് ബെറ്ററാണ്. ഓരോ മത്സരങ്ങളും നമുക്കിങ്ങനെ ആവേശം കൂടി വരുന്ന ഓരോ മത്സരങ്ങളും അവരുടെ പെർഫോമൻസൊക്കെയാണ് അവരുടെ രണ്ട് ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. ഇപ്പോൾ ബാഴ്സലോണയുടെ ജിറോണ FC-യുമായിട്ടുള്ള മത്സരം 4-1 അതിഗംഭീരമായിട്ട് അവർ ഫിനിഷ് ചെയ്ത് യമാലിൻ്റെ 2 ഗോള് 1.5 ഗോളുകളൊക്കെ ആയിട്ട് അല്ലേ. പുത്തൻ താരോദയാണല്ലോ സ്പെയിനിൻ്റെ. കഴിഞ്ഞ യൂറോ കപ്പിലാണ് അദ്ദേഹത്തിൻ്റെ വരവ് നമ്മൾ കണ്ടത്. ഒരു 1.5 ഗോള് മെസ്സിൻ്റെ ഇടവങ്കാലിൻ്റെ ഗോള് ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ളൊരു ഗോള്. അപ്പോൾ ഏതായാലും ഒരു 1.5 മത്സരം നമ്മൾ ബാഴ്സലോണൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടു. ഇപ്പോൾ റീസെൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാഴ്സലോണ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വർഷത്തിൽ, ഈ ഒരു സീസണിൽ. അപ്പോൾ മറുവശത്ത് നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് ആണെന്നുണ്ടെങ്കിലും എംബാപ്പെ, വിനീഷ്യസ് പോലുള്ള താരങ്ങൾ അവരിപ്പോൾ റീസെൻ്റ്ലി ലാസ്റ്റ് കളിച്ച മത്സരം ജയിച്ചിരിക്കുകയാണ്. നിലവിലിപ്പോൾ 2 ടീമിൻ്റെ സ്റ്റാറ്റസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 1.5 ടീമായി മാറിയിട്ടുണ്ട് 2 ടീമും അല്ലേ. നമ്മളൊക്കെ അറിയുമ്പോൾ മെസ്സി റൊണാൾഡോ ഒക്കെ പോയതിന് ശേഷം ആ ഒരു ഫീല്, അതായത് ഒരു എൽ ക്ലാസിക്കോൻ്റെ ഒരു ഫീല് നമ്മൾ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലെവലൊക്കെ ചിന്തിക്കുമ്പോൾ അത്രക്കങ്ങോട്ട് ഉണ്ടാവില്ല എങ്കിലും, കാരണം റൊണാൾഡോ മെസ്സി എന്ന് പറയുമ്പോൾ അവർ 2 പേരുള്ള ഒരു സ്റ്റാർ വാല്യൂവിൻ്റെ ഒക്കെ ഒരു, അതുപോലെ അവരുടെ ഒരു ഫാൻസ് പവറിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് അത്രയും എൽ ക്ലാസിക്കോ നമുക്ക് അത്രയും വലിയൊരു ആഘോഷമായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഗംഭീരമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നതും നമ്മൾ കാത്തിരുന്നതും റൊണാൾഡോ മെസ്സി പോരാട്ടം. അതിനപ്പുറത്ത് നെയ്മറും സുവാരസും ഉണ്ടാവും, ബെയിലും ബെൻസിമയും ഉണ്ടാവും. ആ ഒരു കൂട്ടുകെട്ടുകൾ 2 ടീമിലും. അപ്പോൾ അത്രക്കാണ് ഇല്ലാന്നുണ്ടെങ്കിലും ചെറുതായിട്ടുള്ള ചെറു ലെവലിലൊക്കെ നമുക്ക് ആ എൽ ക്ലാസിക്കോ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഫീലിങ്സ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് റയലും ബാഴ്സയും തമ്മിൽ മത്സരങ്ങൾ വരുമ്പോൾ കാണാൻ കഴിയും. കാരണം 2 ടീമും പക്കയാണ്, റയലാണെന്നുണ്ടെങ്കിലും ബാഴ്സയാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഏതായാലും 1.5 മത്സരങ്ങൾ നമുക്ക് കാത്തിരിക്കാം. ഇനിയിപ്പോൾ റയലും ബാഴ്സയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ ആണെന്നുണ്ടെങ്കിലൊക്കെ 2 ടീമും സെറ്റായിങ്ങാണ്ട് യുവതാരങ്ങളെ കൊണ്ട് സെറ്റാക്കിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് 2 ടീമും. അപ്പോൾ ഏതായാലും 4-1 വിജയമാണ് ബാഴ്സലോണ ജിറോണ FC-യുമായിട്ട് നേടിയിട്ടുള്ളത്. യമാലിൻ്റെ 2 ഗോള് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. അപ്പോൾ എൽ ക്ലാസിക്കോ നമുക്ക് കാത്തിരിക്കാം. ഏതാക്കാരം നിലവിലുള്ള സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ 2 ടീമും ഒന്നിനൊന്ന് ബെറ്ററാണ്. എൽ ക്ലാസിക്കോ വരുമ്പോൾ നമുക്ക് കാത്തിരിക്കാം ഏതാണ് അതിൽ ബെറ്റർ എന്നുള്ള കാര്യം.